അപ്പോൾ ഗൈസ് ദേ ഒരു മഴ പെയ്തതിന് ശേഷം ദേ കണ്ടില്ലേ നമ്മുടെ സീതപ്പഴം ഫുള്ള് പൂത്തിട്ട് കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ദേ ഈ കംപ്ലീറ്റ് മരത്തിൻ്റെ മുകളിൽ പൂത്തിട്ട് കായ് ഇട്ടിട്ടുണ്ട്. ഇതാണ് സീതപ്പഴത്തിൻ്റെ കായ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് സീതപ്പഴം ആയി വരുന്ന മുട്ടിട്ട സാധനം കേട്ടോ. ഇനി കറുത്ത സാധനം പോയാലേ സീതപ്പഴം ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പേരക്ക അത്യാവശ്യത്തിന് പൂത്തിട്ട് കായ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഇലയൊക്കെ അത്യാവശ്യം നല്ല പച്ച കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇരുമ്പ് പുളി പൂത്ത് കായ് ആയിട്ടുണ്ട്. ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അതെ ഈ പോണ ആളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചു തന്ന പൂച്ചയുടെ അമ്മ കേട്ടോ. അതെ ഈ പോണത് നമ്മൾ 2-3 വീഡിയോസ് ഇട്ടിരുന്നു നമ്മുടെ ആ പൂച്ച കുഞ്ഞുങ്ങളത്. ഇപ്പം അവരെവിടാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ കണ്ടപ്പോൾ ആ ആളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടാ കേട്ടോ. അതെ ഇതാണ് സീതപ്പഴത്തിൻ്റെ ഒരു കായ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേരക്കയുടെ കായ് എന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ. ഈ 2 വീഡിയോസും നമ്മളിത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ പേരക്ക പൂത്ത് കായ് ആവണം കേട്ടോ. അപ്പോൾ ഇത് മൊട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.